ഇതൊരു ഫിലിപ്സിൻ്റെ 5.1 ഹോം തിയേറ്ററിൻ്റെ 4 സ്പീക്കർ നമ്മുടെ ആംപ്ലിഫയറെ കൊടുത്തിരിക്കുന്നതാണ്. സീരീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 3 ഓംസിൻ്റെ 2 അതിൻ്റെ ചെറിയൊരു ഊഫറാണെങ്കിലും അതേ വരുന്ന ആ ഇടുപ്പ് കണ്ടു. വെച്ചിട്ടുള്ളൂ. അപ്പോഴേ ഈസ്റ്ററൊക്കെ വരുവാണ്, വിഷു വരുവാണ്. ഇതുപോലത്തെ ഹോം തിയേറ്ററുകളൊക്കെ ആർക്കെങ്കിലും കേടായി കിടപ്പുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോരെ നമ്മുടെ ആംപ്ലിഫയറുമായിട്ട് തകർക്കാം. ഈ കാണുന്ന നമ്മൾ ബൗട്ട്സ്ട്രിക്കിൻ്റെ 10 ഇഞ്ച് സബ്വൂഫറാണ്. 10 ഇഞ്ച് സബ്വൂഫർ നല്ല കമ്പനികളുടെ കുറവാണ്, ലോക്കൽ കമ്പനികൾക്കാണ് കൂടുതലുള്ളത്. സോണി, പൈനിയർ, JBL, ബ്ലൗപന്ത തുടങ്ങിയ ഇതിനൊന്നും 10 ഇഞ്ച് സബ്വൂഫർ ഇല്ല. അതുകൊണ്ട് അപ്പോൾ നമുക്കൊരു നല്ല 10 ഇഞ്ച് സബ്വൂഫർ കിട്ടിയപ്പോൾ കാണിക്കുകയാണ്. ഇതിപ്പോൾ നമ്മളൊരു ബോക്സിലേക്ക് കയറ്റാൻ വേണ്ടി നോക്കുകയാണ്. അത് നല്ലൊരു സബ്വൂഫറാണ്. നമുക്ക് 1 ഇയർ വാറണ്ടി കിട്ടുന്ന ഒരു നല്ല സബ്വൂഫറാണിത്. അത് 10 ഇഞ്ച് അതായത് പല ആൾക്കാർക്കും 10 ഇഞ്ചിൻ്റെ ബോക്സൊക്കെ ഉള്ളവർക്ക് ഇത് കൊള്ളാവുന്നതാണ്. LGയുടെ ആദ്യകാലത്തുള്ള ഒരു ടി വിയാണ്. ഒരു 43 ഇഞ്ച് LCD ടി വിയാണ്. പക്ഷേ ഇപ്പോഴും ഇത് സ്റ്റിൽ വർക്കിംഗ് ആണ്. ഇതിന് വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ബോർഡ് കംപ്ലൈൻ്റ് ആയിരുന്നു, നമ്മൾ റെഡിയാക്കി എടുത്തു. പുതിയ സെറ്റുകളുടെ എല്ലാം പ്രശ്നം കാണുന്നത് പാനൽ അടിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ 1 വർഷം അല്ല 2 വർഷം കഴിയുമ്പോൾ പാനൽ പോവുക, പാനലിന് ടി വിയുടെ 80% വില വരിക. അതുകൊണ്ട് ആൾക്കാർ ശരിക്കും ടി വി അങ്ങ് വെറുത്തിരിക്കുക. ഇപ്പോൾ പക്ഷേ ഈ പഴയ ടി വികൾ ഇപ്പോഴും നന്നാക്കി എടുത്താൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. പുതിയതാകുമ്പോഴത്തേക്കും മോശം സാധനങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണിച്ചതുകൊണ്ട് നമ്മൾ സർവീസ് ചെയ്തെടുത്ത ടി വിയാണ് ഇത്. ഇന്ന് പെസഹയാഴ്ചയാണ്, നാളെ ദുഃഖവെള്ളിയാഴ്ചയാണ്, അവധിയാണ്. അപ്പോൾ ഇന്നലെ അവധി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു JBLൻ്റെ ഒക്കെ മുഴുവൻ സാധനവും മുഴുവൻ തീർന്നു പോയിട്ട് ഇന്നലെ അർജൻറ്റായിട്ട് വരുത്തിയതാണ്. JBLൻ്റെ 1500, ഇത് ഒറിജിനലാണ്. സോണി 1800, ബൗസ്ട്രിക്കിൻ്റെ പിന്നെ ഓഫർ എന്ന് പറഞ്ഞാൽ 6990 3750 കിട്ടും. ഇത് 3990 3200 കിട്ടും. JBLനാണെങ്കിൽ 8490, അതിന് അത്യാവശ്യം ഡിസ്കൗണ്ട് തരാം. സോണി 5990. സോണിയുടെ ഇത് ഇച്ചിരി ഷോർട്ടായാണ്. പിന്നെ വേറൊരു സാധനം കൂടെ ഞാൻ കാണിക്കാൻ മറന്നുപോയി. ബൗസ്ട്രിക്കിൻ്റെ വണ്ടിയെ വെക്കാനുള്ളൊരു സാധനം. ഒത്തിരി സാധനങ്ങൾ വന്ന് കാണിക്കാൻ ഇരിപ്പുണ്ട്. വണ്ടിയെ വെക്കാനുള്ളൊരു സാധനമാണ് ഇത്. എനിക്ക് തോന്നുന്നത് 8 ഇഞ്ചിൻ്റെ സബ്വൂഫർ, നേരെ ആക്റ്റീവ് സബ്വൂഫറാണ്. 4200 വാട്ട്സ്. ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നൊരു 3500 അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. നോക്കണം, ഞാൻ കറക്റ്റല്ല, ഞാനിപ്പോൾ വില നോക്കാതെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്ന് എത്തിയിരിക്കുന്ന ഐറ്റം. അപ്പോൾ അടുത്ത കസ്റ്റമർ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് നിർത്തി അടുത്ത പണിക്ക് പോവാം. നല്ല സൂപ്പർ ഊഫറാണ്. അതാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞു വരുന്ന നല്ല ഊഫറുകളിലൊരു സാധനം. മറ്റേതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ ബോസ്ട്രിക്ക് എന്ന് പറഞ്ഞ ഈ സാധനം ഫുള്ളി ഇമ്പോർട്ടഡ് നല്ല സ്പീക്കറാണ്. പിന്നെ കുറഞ്ഞ ലോക്കലായിട്ടുള്ള ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഊഫറുകൾ മാത്രമേ 10 ഇഞ്ചിനുള്ളൂ. പക്ഷേ 12 ഇഞ്ചിലേക്ക് കടന്നു കഴിയുമ്പോൾ 12 ഇഞ്ച് മൊത്തം നമ്മുടെ JBL, പിന്നെ സോണി, പൈനിയർ, ബ്ലൂപന്ത് എല്ലാ സാധനമുണ്ട്. അതെല്ലാം ഒറിജിനൽ തന്നെ. ഈ ഒറിജിനലുള്ളതിനേക്കാളും കൂടുതലുള്ളത് ഡ്യൂപ്ലിക്കേറ്റാണ്. കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനൽ 1000 എണ്ണം വിൽക്കുമ്പോൾ 10,000 ഡ്യൂപ്ലിക്കേറ്റാണ് വിൽക്കുന്നത്. അതാണ് ഈ മാർക്കറ്റിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ നല്ല സാധനങ്ങൾ ഒറിജിനൽ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ MRPയെക്കാളും നമുക്ക് അധികം പൈസ ഡിസ്കൗണ്ടായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ലാൻഡിങ് കൂടുതലായിരിക്കും. അപ്പോൾ കുറഞ്ഞ സാധനങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വിൽക്കുമ്പോൾ വലിയ MRP ആയിരിക്കും, അതിൻ്റെ ലാൻഡിങ് കുറവായിരിക്കും. അത് ഫീൽഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാതെയൊക്കെയാണ് പലരും ഈ ഡ്യൂപ്ലിക്കേറ്റൊക്കെ ചെയ്യുന്നത്. കാരണം വരുന്ന കസ്റ്റമർക്കിന് സാധനം നല്ലതായിരിക്കുകയും വേണം, വില കുറയുകയും വേണം. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നമുക്ക് ഒറിജിനൽ മാത്രമേ ഉള്ളൂ. ഇത് കാണിച്ചാൽ പിന്നെ ഇത് 10 ഇഞ്ച് ആദ്യമായിട്ട് 10 ഇഞ്ച് ഞങ്ങൾ ചെയ്യുക ബോസ്ട്രിക്കിൻ്റെ. ആദ്യം വന്നാൽ 12 ഇഞ്ച് വരെ വരുന്നുള്ളായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ വരുത്തിച്ചതാണ്. കാരണം 10 ഇഞ്ചുകാർ ഒത്തിരി പേര് ആവശ്യമുള്ളവരുണ്ട്. നോർമലായിട്ടൊരു വീട്ടിൽ 10 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. 12 ഇഞ്ച് ഹെവിയാണ്. പക്ഷേ വലിയ കമ്പനികൾക്കെല്ലാം 12 ഇഞ്ചേ ഉള്ളൂ. മറ്റേ 8 ഇഞ്ച് വരെ JBL ഉണ്ടാക്കി വിൽക്കുന്ന ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മാസമായുള്ളൂ ഈ ഒറിജിനൽ സ്പീക്കർ എടുത്ത് കൊടുക്കാമെന്ന്. കാരണം ഞാൻ ഈ ആംപ്ലിഫയർ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആംപ്ലിഫയർ മേടിച്ചുകൊണ്ട് പോയ പലരും
അബദ്ധപ്പെട്ട് ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചു, എഫക്റ്റ് ഇല്ല. സാറിൻ്റെ അവിടെ കേട്ടപ്പോൾ നല്ല സുഖമായിരുന്നു, ഇല്ലാന്ന്. അപ്പോൾ ഞാനൊരു പാർട്ടി 2 പേര് മേടിച്ചുകൊണ്ട് പോയി, മൂവാറ്റുപുഴയുള്ളവരാണ്. അപ്പോൾ 2 JBLൻ്റെ സബ്വൂഫർ മേടിച്ച് കൊടുത്തു, 2നും എഫക്റ്റ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ക്ലിക്ക് അടിച്ചു, 2നും എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പം സംതിങ് റോങ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു സബ്വൂഫറും എൻ്റെ 2 ആമ്പുമായിട്ട് വരിക, അതിന് ആമ്പിന് എന്തെങ്കിലും എഫക്റ്റ് കുറവുണ്ടെങ്കിൽ, കാരണം എൻ്റെ ആമ്പിന് എനിക്ക് ഇതുണ്ടല്ലോ, ഞാൻ പൈസ നിങ്ങൾക്ക് ഉടൻ തിരിച്ചു തരുന്ന വിടും, നിങ്ങൾക്കുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. പക്ഷേ നിങ്ങളെ കൊടുത്തെന്ന് പറയുന്ന 2 സബ്വൂഫർ കൊണ്ടുവരേണ്ട, ഒരെണ്ണം കൊണ്ട്. അന്നപ്പോഴേ ഞാൻ പറഞ്ഞത് പക്കാ ഡ്യൂപ്ലിക്കേറ്റ് സാധനം. ഇത് സബ്വൂഫറേ അല്ല, ഊഫറാ. സാധാ ഊഫറിൽ കൊണ്ടുപോയി സബ്വൂഫർ കൊടുത്താൽ പ്രിപ്പറെന്ന് നോക്കും. അതാണ് അതിൻ്റെ സംഭവം. നല്ല സാധനം മേടിച്ചാൽ ആയുഷ്കാലം അവിടെ ഇരിക്കും, ലാസ്റ്റ് ചെയ്യും. ജീവിതത്തിൽ പിന്നെ വേറൊരു സ്പീക്കർ, JBLൻ്റെ ഒക്കെ സബ്വൂഫർ ഒരെണ്ണം മേടിക്കാറുണ്ടല്ലോ, ജീവിതത്തിൽ പിന്നെ ഒരു സബ്വൂഫർ മേടിക്കണ്ട, അത്ര നല്ല സാധനം. എന്നിട്ട് JBLൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ച് വെച്ചിട്ട് JBL ഈ പറയുന്ന കുഴപ്പമൊന്നും അല്ല കേട്ടോ. സോണി സോണിക്കൊന്നും ഒരു എഫക്റ്റേ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലത് മേടിക്കണം, ഒറിജിനൽ മേടിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ, ഇവിടെ എല്ലാ ഒറിജിനലിനേക്കാളും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരാണ്. ഞാനുണ്ട ഇന്ത്യൻ ബ്രാൻഡ് സ്പീക്കറൊന്നും ഞാൻ എടുക്കുന്നില്ല, അതെല്ലാം പ്രശ്നമാണ്. ഇതിപ്പോൾ ചെറിയ വിലയുടെ സ്പീക്കർ, അത് 3200 രൂപയുള്ളതിന്. നല്ല ഫിനിഷ്ഡ് സാധനമല്ല, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കണ്ടാൽ തന്നെ ഇങ്ങനെ ഒരു വർക്കത്തുണ്ടല്ലോ. അപ്പോൾ സ്പീക്കറും കൂടെ കൊടുത്താൽ ഒന്ന് പഠിച്ച് കേൾപ്പിച്ച മോനെ. അവിടെ ഇരുന്നോ സാറേ, അവിടെ ഇരുന്നു. അങ്ങോട്ട് തിരിച്ചു വെക്ക്. അതെ. നീല പ്ലസ്. ഇല്ല, അതൊന്നും അറിയാനില്ല. അതൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ, എങ്ങനെ ശരിയായി. നിങ്ങൾക്ക് സ്ക്രൂ ഡ്രൈവർ സഹിതം നന്നായി ഞങ്ങൾ വിടുന്നത് ഊരാനുള്ള. ഞങ്ങൾ കൊച്ചു പിള്ളേരെ വരെ പഠിപ്പിച്ചാണ് വിടുന്നത്. കാരണം ഇതിലും സിമ്പിളായിട്ട് ഇനി ഒരു സാധനം ഇറക്കാനില്ല. മറ്റേ പുതിയ കാല് വെക്കണം ഇതിനെ. നിങ്ങളുടെ ഫോണുണ്ടോ? ഇനി ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് തരാം, നിങ്ങളുടെ ഫോണിൽ തന്നെ കണക്ട് ചെയ്തേക്കാം. പ്ലേ അടിച്ചു.
വീട് എലിക്കുളമാണ്. ഞങ്ങളുടെ വീട് കൊണ്ട് എളംകുളം ഇടവക തീരുവ. ലാസ്റ്റ് വീടാണ് നമ്മളെ. കാഞ്ഞിരപ്പള്ളി രൂപത എവിടെ അവസാനിക്കുക, പിന്നെ പാലാ രൂപത തുടങ്ങുക. ഓക്കെ. അറിയിക്കാം. സാധനമൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു. അല്ല ഉള്ളത് സാധനമൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു. അപ്പൊ സനീഷ്, ഈ 10 ഇഞ്ച് ഊഫർ ആദ്യം വരുക. ഇന്ന് ആദ്യം വന്നതേ ഉള്ളൂ. ആദ്യത്തെ ആളാണ്, കസ്റ്റമറാണ്. പെട്ടി ഇല്ലായിരുന്നു. പെട്ടി ഞാൻ മിനിഞ്ഞാന്ന് ഒരുവിധം ഒപ്പിച്ചതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി വന്നു. ഓക്കെ. ആ എന്നാൽ ശരി, കാണാം. ഓക്കെ. മോനെ ഇത് വണ്ടി ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു. എടാ ഇത് കൊണ്ടേ കൊടുമോനെ, ഇതെടുത്തോണ്ട് ചെല്ല്. അവർ പോവും. പുറമൊക്കെ ഒന്ന് കാണിച്ചോ. എന്നാടെ വരുന്നത്? ബ്ലൂടൂത്ത് ആപ്പ് എന്നായിരിക്കും വരുന്നത്. BT ആപ്പ് എന്നായിരിക്കും. BT ആപ്പ് ഏറ്റവും അടി നോക്കിയാൽ ഓഫ് ചെയ്ത് ആയില്ല. സാറ് ചെയ്തില്ലേ? ആ ഓക്കെ ഓക്കെ. അത് തന്നെ BT ആപ്പ്. രണ്ടാമത്തെ വയ്ക്കും പെയറിങ്. കണക്ഷനായി. ഇനി പ്ലേ ഇട്ടോ, പാട്ടിട്ടോ.
USB കുത്തട്ടെ. USB കുത്തി ചെക്ക് ചെയ്തേക്കാം. തന്നെ USB പോവും. ആ പിന്നെ ടി വിയുടെ സൗണ്ടും കൊടുക്കാം. ഓക്സിജനും ഉണ്ട്, മൈക്കിനും ഉണ്ട്. ഇവിടെ മൈക്ക് കൊടുക്കാം. മൈക്കിനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഇതിപ്പോൾ ഫുൾ ഓളിയാ, ഓണാന്നേ അറിയത്തില്ല. പറഞ്ഞ മനസ്സിലായി. സൈന സാറിന് അവിടെ ഒരു പാട്ടിട്ട് ഇപ്പം സാറിൻ്റെ ബ്ലൂടൂത്ത് സാറ് കട്ട് ചെയ്തു. ബ്ലൂടൂത്ത് ഇട്ടിട്ട് സാറ് ഓളിയം കൊടുക്കാതിരുന്നാൽ പോലും ഓണാന്നേ അറിയത്തില്ല. ഒരു ഹമ്മിങ്ങോ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ആ ഓഡിയോ വരുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ. റിമോട്ട് ഒന്നും പരിപാടിയില്ലല്ലേ? റിമോട്ട് അതല്ലേ? ആ മൊബൈൽ റിമോട്ട് ഇപ്പോഴേ അടിച്ചു. അത് കണക്റ്റഡായിട്ടാണ് കിടക്കുന്നത് സാറിൻ്റെ. കണക്റ്റഡ് വേണ്ട, പ്ലേ അടിച്ചു. ആ കുഴപ്പമില്ല, ഞാനത് ഓഫ് ചെയ്തുകൊണ്ട് ആ പ്ലേ നിന്ന് പോയെന്നുള്ളൂ. ഭക്തിയാനമാണോ കൂടുതൽ കേൾക്കുന്നത്? ഭക്തിയാനമാണോ? കാലത്തെ പള്ളിയിൽ കേട്ടില്ല. Oh yeah, 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 oh yeah. Hey there, what you drinking? 2 shots, let's pour it out. I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up. Double shot for the gifted, and one more for us. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we